ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 26-ാം ഞായർ. മറ്റുള്ളവരെ ആദരിക്കുക, അംഗീകരിക്കുക, മറ്റുള്ളവരുമായി എല്ലാം പങ്കുവയ്ക്കുക. അങ്ങനെ പങ്കുവയ്ക്കലിൻ്റെ വലിയ പാഠമാണ് ഇന്നത്തെ വായനകളൊക്കെ നമുക്ക് തരിക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവം പങ്കുവയ്ക്കലിൻ്റെ മനോഭാവം. കാരണം നമ്മുടെ ദൈവം തന്നെ അങ്ങനെയാണ്. പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ നമ്മളുമായി പങ്കുവച്ചതാണ് ഈശോയുടെ മനുഷ്യാവതാരം. പുത്രനായ ദൈവം തൻ്റെ ജീവൻ പോലും നമ്മളുമായി പങ്കുവച്ചതാണ് ഈ പെസഹ അനുഭവം, ഈശോയുടെ മരണവും ഉത്ഥാനവും. പിതാവും പുത്രനും ചേർന്ന് തങ്ങളുടെ സ്നേഹത്തെ നമ്മളുമായി പങ്കുവച്ചതാണ്, തങ്ങളുടെ സ്നേഹത്തെയും ശക്തിയെയും കൃപയെയും നമ്മളുമായി പങ്കുവച്ചതാണ് പെന്തക്കോസ്ത അനുഭവം. പലപ്പോഴും പലരും ദൈവത്തെയും ദൈവ അനുഗ്രഹത്തെയും ദൈവസ്നേഹത്തെയും ദൈവമേകുന്ന രക്ഷയും ഒക്കെ ഒതുക്കി വയ്ക്കാറുണ്ട്. ഞങ്ങൾക്കേ രക്ഷയുള്ളൂ, നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം. സത്യത്തിൽ കർത്താവ് നമ്മളെ ലോകത്തിലേക്ക് അയച്ചത് നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയാനല്ല, നിങ്ങൾക്കും രക്ഷയുണ്ട് എന്ന് പറയാനാണ്. മാലാഖമാർ ഈശോ ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് പാടി പറഞ്ഞത് സന്ദേശം ഇതാണ്: ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ഈശോ ഇന്ന് ജനിച്ചിരിക്കുന്നു, സർവ്വജനത്തിന് സന്തോഷമേകുന്ന സംവാദം. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജോഷുവ മോശയോടൊന്ന് പറഞ്ഞു, ദേ നമ്മുടെ കൂട്ടത്തിൽ പെടാത്ത, നമ്മുടെ കൂട്ടായ്മയിൽ പങ്കുചേരാത്ത 2 പേര്, അവരും ദേ പ്രവചിക്കുന്നു, അവരെ തടയുക എന്ന് പറയുക. അത് ഇന്നത്തെ സുവിശേഷത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ വന്ന് ഈശോയോട് പറയാ, കർത്താവേ, നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരാൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടു, അവനെ ഞങ്ങൾ തടഞ്ഞു എന്ന് പറയുക. മോശ പറഞ്ഞു, ജോഷുവയോട് പറഞ്ഞു, അവരല്ല എല്ലാവരും പ്രവാചകരായിരുന്നെങ്കിൽ, എല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. മോശയിലുണ്ടായിരുന്ന ചൈതന്യത്തെ പരിശുദ്ധാത്മാവിനെ ആ 70 പേരിലേക്ക്, തന്റെ ശിഷ്യരിലേക്ക് പകർന്ന സംഭവമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലുള്ളത്. നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈശോ പറയാണ്, നിങ്ങൾ അവനെ തടയേണ്ട. മറ്റുള്ളവർ നന്മ ചെയ്യുന്നതിൽ അവരൊരിക്കലും തടയരുത്. അവരിലെ നന്മ ദർശിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഈശോ പറയാം. നമ്മുടെ കൂട്ടത്തിൽ പെടാത്തതുകൊണ്ട് പൊതു ഉദാഹരണമായിട്ട് നമ്മൾ പല മതങ്ങളിൽപ്പെട്ടവരുമായിട്ട് ജീവിക്കുന്നത്, മറ്റു മതങ്ങളിലൊന്നും രക്ഷയില്ല, അല്ലെങ്കിൽ മറ്റു സഭകളിലൊന്നും രക്ഷയില്ല എന്നുള്ള നിലപാട് തെറ്റ്. എവിടെ നന്മയുണ്ടോ ആ നന്മ കാണാനും, എവിടെ മനുഷ്യൻ സ്നേഹിക്കുന്നുവോ, നീതി പ്രവർത്തിക്കുന്നുവോ, മനുഷ്യർക്ക് സ്വാതന്ത്ര്യമേകുവാനായിട്ട് പരിശ്രമിക്കുന്നുവോ, അവിടുത്തെ ആ നന്മയെ തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലാതെ തടസ്സപ്പെടുത്തേണ്ടവരല്ല എന്ന് ഈശോ പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം തന്നെ വചനം തന്നെ നമ്മളുമായി പങ്കുവെക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അതിലൂടെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നു എന്നവിടെ പറയാം. ദൈവവചനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ അദ്ദേഹം ധനികരെ കുറിച്ച് പറയാണ്. നിങ്ങൾക്ക് ദുരിതമെന്ന് ധനികരോട് പറയാം. അവിടെ ധനികർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ധനമുള്ളവരല്ല, പിന്നെയോ ധനത്തെ ദൈവമാക്കി മാറ്റിവരാം. ദൈവം പോലെ, വിഗ്രഹം പോലെ ധനത്തെ കണ്ട് തങ്ങളിൽ മാത്രം, തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം എന്നുള്ള നിലപാടെടുക്കുന്ന സ്വാർത്ഥരായിട്ടുള്ളവരെയാണ് അവിടെ ധനവാൻ എന്നതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ അവിടെ അർത്ഥമാക്കുന്നത്. പങ്കുവയ്ക്കണം. അപ്പോൾ പങ്കുവയ്ക്കാത്തവർക്ക് വരുന്ന ദുരിതങ്ങളാണ് രണ്ടാമത്തെ വായനയിൽ യാക്കോബ് അപ്പോസ്തലൻ വിവരിക്കുന്നതൊക്കെ. പങ്കുവയ്ക്കാത്തവർക്ക്, നേരെ മറിച്ച് ദൈവം നമുക്ക് കൂടുതൽ തരുന്നത് എന്തിനു വേണ്ടിയാണ്? അത് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. നാമും നമുക്കുള്ളതും എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, ദാനമായി നിങ്ങൾക്ക് ലഭിച്ചു, ദാനമായി കൊടുക്കുവിൻ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. എല്ലാം വാരിക്കൂട്ടാനല്ല, പിന്നെയോ ലഭിച്ചതൊക്കെ പങ്കുവയ്ക്കുവാൻ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പങ്കുവയ്ക്കുവാനാണ് നമ്മളൊക്കെ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഉതപ്പ് വരുത്തുന്നവര് രൂപത്തിൽ അവരുടെ കഴുത്തിൽ തിരികില് കെട്ടി കടലിലെറിഞ്ഞാൽ അതാണ് വേണ്ടതെന്ന് പറയുക. കർത്താവ് അത് പറയാനുള്ളൊരു കാരണം, മറ്റുള്ളവർക്ക് നമ്മൾ നീതി നിഷേധിക്കരുത്,
മറ്റുള്ളവർക്ക് തടസ്സം നിൽക്കരുത്. സ്കാൻഡൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി തടസ്സമായി നമ്മൾ മാറരുത് എന്ന് നമ്മുടെ കർത്താവ് അർത്ഥമാണ്. മറ്റു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഒരാൾക്ക് കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് പറയുന്നത്. അത് പങ്കുവയ്ക്കലിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വിധത്തിൽ ക്രൈസ്തവ ജീവിതം പങ്കുവയ്ക്കലിൻ്റെ ജീവിതമാണ്. പങ്കുവയ്ക്കലിൻ്റെ ജീവിതമാണ്. കർത്താവ് തരുന്ന സ്നേഹം. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവിൻ. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തു, നിങ്ങൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവിൻ. ആ രീതിയിൽ പങ്കുവയ്ക്കുന്ന ഒരു ജീവിതം ഓരോ ക്രിസ്തു ശിഷ്യനും ഒരു അപ്പോസ്തലനാണ്, അയക്കപ്പെട്ടവനാണ്. എന്തിനാ? ലഭിച്ചത് പങ്കുവയ്ക്കുവാൻ വേണ്ടി നമ്മൾ അയക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുർബാനയിൽ പങ്കുചെയ്യുക. നമ്മുടെ കുർബാന എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കലിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ്. ഓരോ കുർബാനയിലൂടെയും ഈശോ നമ്മളുമായിട്ട് എന്തെല്ലാം പങ്കുവയ്ക്കുന്നു അറിയാമോ? ഈശോ തൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു, ഈശോ തൻ്റെ വചനം പങ്കുവയ്ക്കുന്നു, ഈശോ തൻ്റെ ആത്മാവിനെ പങ്കുവയ്ക്കുന്നു, ഈശോ തൻ്റെ ശരീരവും രക്തവും പോലും പങ്കുവയ്ക്കുന്നു. ഒരു കുർബാനയിലൂടെ തന്നെ പൂർണ്ണമായും നമ്മളുമായി പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം. ആ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ ചൈതന്യത്താൽ നമ്മൾ നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചത് പങ്കുവയ്ക്കുവാൻ നമുക്കും സാധിക്കണം. പങ്കുവയ്ക്കാത്ത ജീവിതം, സമർപ്പിക്കപ്പെടാത്ത ജീവിതം, കൊടുക്കാത്ത ജീവിതം അർത്ഥരഹിതമാണ്. നമ്മുടെ ജീവിത സാഫല്യം നമുക്ക് വരുന്നത് നമ്മൾ കൊടുക്കുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ്. ഈ ദിവ്യ കുർബാനയിലൂടെ പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ ചൈതന്യം, പുത്രനായ ഈശോയുടെ ചൈതന്യം, പരിശുദ്ധാത്മാവിലൂടെ വരുന്ന ശക്തി നമുക്ക് ഉൾക്കൊള്ളാം. അങ്ങനെ ദൈവത്താൽ നിറഞ്ഞ്, ദൈവ ചൈതന്യത്താൽ നിറഞ്ഞ് ദൈവമേകുന്ന രക്ഷ അനുഭവിച്ച് അത് പങ്കുവയ്ക്കുവാൻ നമുക്ക് തയ്യാറാകാം. നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു, എന്നെ ദൈവം സ്നേഹിച്ചു, അതേ സ്നേഹം കൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാൻ. ദൈവം എന്നെ പഠിപ്പിച്ചു, ആ വചനം ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നു. ഇത് ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. നമ്മുടെ വചനത്തിലൂടെ കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ രക്ഷിക്കുന്ന, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് സൗഖ്യമേകുന്ന, മറ്റുള്ളവർക്ക് വിമോചനമേകുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഏർപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ അനുഭവമാണ്. നമുക്കൊക്കെ പങ്കുവെച്ച് ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. പങ്കുവെച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നാം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനെ ഞങ്ങളുമായി അങ്ങ് പങ്കുവെച്ചുവല്ലോ. പുത്രനായ ദൈവമേ, അങ്ങയുടെ ജീവൻ പോലും ഞങ്ങളുമായി അങ്ങ് പങ്കുവെച്ചുവല്ലോ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവകൃപ ഞങ്ങളുമായി പങ്കുവെച്ചുവല്ലോ. അങ്ങേകുന്നത് സ്വീകരിച്ച് അങ്ങയോട് നന്ദിയാൽ നിറഞ്ഞ് പങ്കുവയ്ക്കുന്നവരായി ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമേ സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും.